Okay, so നമുക്ക് 10 ഫോർജിങ് ഓപ്പറേഷൻ ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 8 to 9 പ്രോസസ് നമുക്ക് പഠിക്കാനുണ്ട്. ജസ്റ്റ് ചിലപ്പോൾ ജനറൽ ആയിട്ട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച ഫോർജിങ് ഓപ്പറേഷനാണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അതിൽ 2 ഓപ്പറേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, അപ്സെറ്റിങ്ങും അതേപോലെ തന്നെ ഡ്രോയിങ് ഔട്ടും. ഇത് രണ്ട് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തില്ല. ഫിഗർ വരച്ചാണ് കാണിച്ചു ചെയ്തതല്ലേ ഈ 2 പ്രോസസ്സ്. ഈ 2 പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? ഹലോ, കേൾക്കല്ലേ? ഈ പ്രോസസ്സ് കംപ്ലീറ്റ് അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന് ശേഷം വരുന്ന പ്രോസസ്സുകൾ ഇനി വരുന്ന നമുക്ക് ഡ്രോയിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ അപ്സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് ഡയമീറ്ററും ഡ്രോയിങ് ഔട്ട് എന്ന് പറയുന്നത് ഡിക്രീസിങ് ഡയമീറ്റർ. ഡയമീറ്റർ ആണെങ്കിൽ തിക്നെസ്. ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും ഡയമീറ്റർ ആയിക്കോളുന്നില്ല. സർക്കുലർ സ്പെസിമെന്റ് മാത്രമേ നമ്മൾ ഡയമീറ്റർ സ്പെസിഫൈ ചെയ്യാറുള്ളൂ. റെക്ടാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ സ്പെസിമെന്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ തിക്നെസ് വെച്ചിട്ടാണ് സ്പെസിഫൈ ചെയ്യുക. അപ്പോൾ തിക്നെസ് ഇൻക്രീസിങ് ഡിക്രീസിങ്, തിക്നെസ് ഇൻക്രീസിങ് ആണ് ദാറ്റ് ഇസ് കോൾഡ് അപ്സെറ്റിംഗ്, തിക്നെസ് ഡിക്രീസിങ് ആണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ഡ്രോയിങ് ഔട്ട്. അങ്ങനെ 2 പ്രോസസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത്. ഇനി നമുക്ക് പറയാനുള്ളത് വേറെ അടുത്ത പ്രോസസ് പറയുന്നത് ഫുള്ളറിങ്. ഫുള്ളർ എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രോയിങ് ഔട്ടിന്റെ പ്രോസസ്സിന് ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. ഫുള്ളറിങ് എന്ന് പറയുന്നത് ഡ്രോയിങ് ഔട്ട് എന്ന് പറഞ്ഞ പ്രോസസ്സിന് ഓൾമോസ്റ്റ് സിമിലർ. ഇപ്പോൾ ഡ്രോയിങ് ഔട്ട് എന്തായിരുന്നു? ഡ്രോയിങ് ഔട്ട് ഇസ് ദ പ്രോസസ് ബൈ വിച്ച് യു വിൽ ബി റെഡ്യൂസിംഗ് ദ തിക്നെസ് ഓഫ് ദ സ്പെസിമെൻ. നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ ഫിഗർ കാണാം. ഈ ടോപ്പ് ഫിഗർ ആണ് ഫുള്ളറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫുള്ളറിംഗ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ നമ്മൾ ഡ്രോയിങ് ഔട്ട് ഓപ്പറേഷൻ ആയിട്ട് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ബട്ട് ദർ ഇസ് സം ഡിഫറൻസ്. അപ്പൊ എന്താ ഡിഫറൻസ് ആണ്? നമ്മളൊരു സ്പെഷ്യൽ ടൂൾ യൂസ് ചെയ്യും. ഫുള്ളേഴ്സ് എന്ന് പറയുന്ന സ്പെഷ്യൽ ടൂൾ യൂസ് ചെയ്യും. അത് ടോപ്പിലും ബോട്ടത്തിലും നമ്മൾ വെച്ചിട്ട് ആ ടൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തിക്നെസ് റെഡ്യൂസ് ചെയ്യുന്നത്. Okay, fullering it involves heating the stock in blacksmith head-out. Blacksmith head-out എന്ന് പറയുന്നത് നമ്മുടെ വർക്ക്ഷോപ്പിലുള്ള സ്പെസിമെൻ ഹീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാറില്ലേ? സ്മിത്തി ചെയ്ത ആൾക്കാർക്ക് അറിയാം. സ്മിത്തി ചൂടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാനുള്ള ഇത്, അതായത് ഒരു ഹീറ്റിംഗ് സോഴ്സ് അത്രമാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഹീറ്റിംഗ് സോഴ്സിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്യുന്നു. ആൻഡ് ദ ഹീറ്റഡ് സ്റ്റോക്ക് ഇസ് പ്ലേസ്ഡ് ഓൺ ദ ഫുള്ളേഴ്സ് ഫിക്സഡ് ഓൺ ദ ആൻവിൽ. ഒരെണ്ണം ആൻവിലിൽ ഫിക്സഡ് ആയിരിക്കും. അതായത് ബോട്ടം ഫിക്സഡ് ചിലപ്പോൾ ഫിക്സഡ് ആയിരിക്കും, ടോപ്പ് ഫിക്സ് നമ്മൾ എക്സ്ട്രാ വെക്കുന്നതായിരിക്കും. ഓക്കെ, the fullers put over the stock and hammering is done to reduce the cross section of the job at a required point. അപ്പോൾ നമുക്ക് ത്രൂ ഔട്ട് ചിലപ്പോൾ ക്രോസ് സെക്ഷൻ റിഡക്ഷൻ ആവശ്യം വരില്ല. ചിലപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് പോയിന്റിൽ മാത്രം ക്രോസ് സെക്ഷൻ റിഡക്ഷൻ ആവശ്യമുള്ള സ്പെസിമെൻസ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സ്പെസിമെനൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫുള്ളറിംഗ് എന്നുള്ള ഓപ്പറേഷൻ. അപ്പൊ ഈ റൈറ്റ് സൈഡിൽ ഫിഗർ ഹെഡിങ് എഴുതാം, ഫുള്ളറിംഗ് എന്നുള്ള ഹെഡിങ് എഴുതാം. But it is the process almost similar to drawing out. അല്ലെങ്കിൽ ഡ്രോയിങ് ഔട്ടിലെ ഒരു അഡ്വാൻസ്ഡ് പ്രോസസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇറ്റ്സ് എ ഡ്രോയിങ് ഔട്ട് പ്രോസസ്. ദാറ്റ് ഈസ് ഡ്രോയിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റെഡ്യൂസിംഗ് ദ തിക്നെസ് ഓഫ് ദ സ്പെസിമെൻ. അതാണ് ഡ്രോയിങ് ഔട്ട് പറഞ്ഞത്. ഫുള്ളറിംഗ് ഓൾസോ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് റെഡ്യൂസിംഗ് ദ തിക്നെസ് ഓഫ് ദ സ്പെസിമെൻ, ബട്ട് we are provided with a special tools that is called fullers. F-U-L-L-E-R, fuller. Okay, we are provided with a special tools called fuller. And we are keeping the specimen between top and bottom fullers and reducing the shape of the thickness of the given specimen to the required value at a specific point. Sometimes it will be at specific point, sometimes it will be throughout the length of the specimen. അപ്പോൾ നമ്മൾ ഡ്രോയിങ് ഔട്ട് ഓപ്പറേഷൻ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ വരുന്നത് ഈ ടോപ്പ് ആൻഡ് ബോട്ടം ഫുള്ളേഴ്സ്. ഫിഗർ വരയ്ക്കുമ്പോൾ ഈ ഫുള്ളേഴ്സ് മാർക്ക് ചെയ്യാൻ വിട്ടുപോകരുത്. അപ്പോൾ ഫിഗർ വരയ്ക്കാം, ആൻവിൽ വരയ്ക്കാം, അതിന്റെ മുകളിൽ ടോപ്പ് ഫുള്ളർ വരയ്ക്കാം, ബോട്ടം ഫുള്ളർ വരയ്ക്കാം, ബിറ്റ്വീൻ സ്പെസിമെൻ വരയ്ക്കാം. ആൻഡ് വിൽ ബി ഹാമറിംഗ്, ഹാമർ വേണമെങ്കിൽ വരയ്ക്കാം. വിൽ ബി ഹാമറിംഗ് ഓൺ ദ ഫുള്ളേഴ്സ്. സംടൈംസ് ദ ഫുള്ളേഴ്സ് ഈസ് ഫിറ്റഡ് ടു ദ ഹാമർ ഓൾസോ. അങ്ങനെയും നമുക്ക് വരാറുണ്ട്. ഓക്കെ, ഈ ബ്ലാക്ക് സ്മിത്ത് ഹെഡ് ഒന്നുമില്ല, നമ്മുടെ ഹീറ്റ്, നമ്മുടെ സ്പെസിമെൻ ഹീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫർണസ് അല്ല, കൊല്ലന്റെ ചൂളാന്നൊക്കെ പറയില്ല, അതല്ല, അത്രേ ഉള്ളൂ. നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മള് മെക്കാനിക്കൽ വർക്ക്ഷോപ്പില് ഹീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ചാർക്കോൾ യൂസ് ചെയ്തിട്ടാണ്. ആദ്യം ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യും, അല്ല കുറച്ച് ചാർക്കോള് വുഡ് ഡസ്റ്റ് വെച്ചിട്ട്, മരപ്പൊടി വെച്ചിട്ട് ബേൺ ചെയ്യും. കുറച്ച് ബേൺ ചെയ്ത് തന്നെ എക്സ്റ്റേണൽ നമ്മൾ മോട്ടർ വെച്ച് ബ്ലോവർ വെച്ചിട്ട് എയർ സർക്കുലേഷൻ കൊടുക്കും. ആ എയർ സർക്കുലേഷനിലൂടെ ചാർക്കോൾ ഹീറ്റ് ചെയ്തിട്ട് ആ ഹീറ്റ് കൊണ്ടാണ് നമ്മൾ
നമ്മുടെ സ്പെസിമെൻ ഹീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പൊ അതിൽ വെക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും സ്പെസിമെൻ പതുക്കെ പതുക്കെ ഹീറ്റ് ആയിട്ട് റെഡ് ഹോട്ട് ഒക്കെ എത്തുമ്പോഴാണ് നമ്മൾ ചെയ്യാറ്. റെഡ് ഹോട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു 600-700 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വരും റെഡ് ഹോട്ട് സ്പെസിമെൻ. അത് ഹോട്ട് വർക്കാണ് നമ്മൾ കൂടുതൽ ചെയ്ത് ക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിന്റെ അബോവ് ആയിട്ടാണ് നമ്മൾ നോർമലി അത് ഓപ്പറേഷൻസ് ചെയ്യാറ്. അപ്പോൾ അത്യാവശ്യം കോട്ട് ഉണ്ടെങ്കിലും നല്ല ശരിക്കും ആപ്രോൺ ഒക്കെ വേറെ ഇടണം. അവരെ ഷൂ ഒക്കെ കമ്പൽസറി ആണെന്ന് പറയാറുണ്ട്. സാധാരണ ക്യാൻവാസ് ഷൂ ഒന്നും മതിയാവില്ല. കാലുമ വീണാലും ഓട്ടായി പോകാതിരിക്കാൻ സേഫ്റ്റി ഷൂ ഒക്കെ നമ്മൾ കമ്പൽസറി പറയാറൊക്കെ ഉണ്ട്. ബട്ട് നിങ്ങൾ ചിലപ്പോൾ ചെരുപ്പൊക്കെ ഇട്ടിട്ട് വരെ വർക്ക്ഷോപ്പിലേക്ക് വരുന്നത് കണ്ടിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മളെ അത് വീണില്ല 95%, 5% വീഴാനുള്ള ചാൻസ് ഉണ്ട്. വീണ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും അപകടം പറ്റാതിരിക്കാൻ പറ്റാം. ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ സേഫ്റ്റിയിൽ ചെയ്യുന്നത് എല്ലായ്പ്പോഴും വീഴുന്നു വിചാരിച്ചിട്ടൊന്നുമല്ല. അപ്പൊ എന്തെങ്കിലും വീണാൽ നമുക്ക് ഒരു അപകടം പറ്റാതിരിക്കാൻ പറ്റാം. മൊബൈലിന് കവർ ഇടുന്ന പോലെ തന്നെ മൊബൈൽ എപ്പോഴും നമുക്ക് ആദ്യം കയറിയ സാധനമൊന്നുമല്ലോ. വല്ലപ്പോഴൊക്കെ വീണാലും മൊബൈലിനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ സേഫ്റ്റി ഡിവൈസുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഫുൾ അറിവുള്ള ഓപ്പറേഷൻ എല്ലാവരും വരച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ പോയിന്റ്സ് ഏതാ? heated stock placed between the pullers fixed on the anvil and the puller is put out of the stock and the hammering is done to reduce the thickness. അത്രേ ഉള്ളൂ. മനസ്സിലാക്കുക. ഡ്രോയിങ് ഔട്ടും പുള്ളറിംഗും ഓൾമോസ്റ്റ് സിമിലർ ഓപ്പറേഷൻ തന്നെയാണ്. ബട്ട് ഇൻ പുള്ളറിംഗ് വി ആർ യൂസിംഗ് സ്പെഷ്യൽ ടൂൾസ് കോൾഡ് ദ പുള്ളേഴ്സ്. And the next one is the flattering. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഫിഗർ വരച്ചപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഡ്രോയിങ് ഔട്ട് വരച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഹാമർ വെച്ച് ചെയ്യുമ്പോൾ ചെറിയ ഇംപ്രഷൻസ് ഒക്കെ നമുക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ ഹാമർ വെച്ചിട്ട് ഈ സ്പെസിമെന്റെ തിക്നെസ് റെഡ്യൂസ് ചെയ്യുമ്പോൾ ആ സ്പെസിമെന്റിൽ ചെറിയ ചെറിയ ഇംപ്രഷൻസ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഫുള്ളേഴ്സ് ആണ് യൂസ് ചെയ്യുക. ഫുള്ളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഫുള്ളറിന്റെ ഒരു ഉണ്ടായിരിക്കും, ഇംപ്രഷൻസ് ഉണ്ടായിരിക്കും. ആ ഇംപ്രഷൻസ് ഒക്കെ നമുക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫ്ലാറ്ററിംഗ് ഓപ്പറേഷൻ. ആ ഇംപ്രഷൻസ് എല്ലാം നമ്മൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേഷനാണ് ഫ്ലാറ്ററിംഗ് ഓപ്പറേഷൻ. അപ്പോൾ കമ്പയർ ചെയ്യണം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഇംപ്രഷൻസ് ഒക്കെ ഫ്ലാറ്റ് ആക്കണം. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ഫേസ് ഉള്ള ഒരു ഡിവൈസ് ആയിരിക്കും. ഓക്കെ, ഒരു ഫ്ലാറ്റ് ഫേസ് ഉള്ള ഒരു ഡിവൈസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് വിൽ ബി കീപ്പിംഗ് ദ ഡിവൈസ് ഓൺ ദ സ്പെസിമെൻ ആൻഡ് ബൈ ഹാമറിംഗ് ഇഫക്ട് വിൽ ബി പ്രൊഡ്യൂസിങ് എ ഫ്ലാറ്റ് സർഫസ്. സോ അപ്പൊ ഈ ഫിഗർ വരയ്ക്കാം. ഫ്ലാറ്ററിംഗ് പെട്ടെന്ന് പേരിൽ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. ഫ്ലാറ്ററിംഗ് എന്ന ഫ്ലാറ്റ് ആകുന്ന പ്രോസസ്സാണ് flattering operation. Okay. The surface of the workpiece after drawing down or pullering will have mass left on it. അതായത് നമ്മൾ ഡ്രോയിങ് ഔട്ടോ അല്ലെങ്കിൽ പുള്ളറിങ്ങോ ചെയ്യുമ്പോൾ അതിൽ ഇംപ്രഷൻസ് വരും. നമ്മൾ യൂസ് ചെയ്യുന്ന ഹാമറിന്റെ ഇംപ്രഷൻസ് ആയിരിക്കും, ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പുള്ളറിന്റെ ഇംപ്രഷൻസ് ആയിരിക്കും. ആ ഇംപ്രഷൻസ് എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വിൽ ബി ഡൂയിങ് ദ ഫ്ലാറ്ററിംഗ് ഓപ്പറേഷൻ. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലാറ്റർ എന്ന് പറയുന്ന ടൂളാണ്. ഫിഗർ വരയ്ക്കുക. ഇപ്പോൾ നമ്മൾ ഫിഗർ വരച്ചിട്ട് നോട്ട് എഴുതുമ്പോൾ മൈൻഡിൽ പെട്ടെന്ന് കയറിപ്പോഴും. അപ്പൊ ഇത്രയും ഏരിയ തന്നെ നമുക്കൊരു എക്സാം പാസ്സാവാൻ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പ് അല്ല, ഒരു 50% നമ്മൾ എക്സാം പാസ്സാവാൻ നമുക്ക് ഉറപ്പിക്കാം. നമ്മൾ ക്ലാസ്സിൽ പറയുന്ന നോട്ട്സ് എഴുതുക, അതിന്റെ ഫിഗർ ഒക്കെ വരയ്ക്കാൻ ചെയ്യുന്നത്. അപ്പൊ തന്നെ നമ്മൾ മൈൻഡിൽ കുറച്ച് കാര്യം ഫ്ലാറ്ററിങ്. അപ്പൊ പേരെങ്കിൽ ഒരിക്കലും മറക്കില്ല. ഫ്ലാറ്റ് ചെയ്യുന്ന പ്രോസസ് ഫ്ലാറ്ററിംഗ് ഓപ്പറേഷൻ. ഒരിക്കലും ഫ്ലാറ്ററിംഗ് എന്താ നമ്മൾ ചോദിക്കില്ല. ഫോർജിങ് ഓപ്പറേഷൻസ് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ഓപ്പറേഷനാണ് ഫ്ലാറ്ററിംഗ് ഓപ്പറേഷൻ. ഓക്കെ, അപ്പോൾ രണ്ട് ഓപ്പറേഷൻ കൂടി കഴിഞ്ഞു, പുള്ളറിംഗ് ആൻഡ് ഫ്ലാറ്ററിംഗ്. സോറി, ഫ്ലാറ്ററിംഗ് അല്ല, ഫ്ലാറ്റനിങ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് 3 ഓപ്പറേഷൻ കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ബെൻഡിങ്, സ്വാഗിങ് ആൻഡ് എഡ്ജിങ്. അതിനകത്ത് ബെൻഡിങ്ങും എഡ്ജിങ്ങും അഗെയിൻ നമുക്ക് അതിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഓപ്പറേഷനാണ്. നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ ബെൻഡിങ് ഓപ്പറേഷൻ. ബെൻഡ് ചെയ്യാൻ എന്താ പറയുക, എല്ലാവർക്കും അറിയാം, അത് വളയ്ക്കുക എന്നുള്ള പ്രോസസ്സാണ്. അപ്പോൾ ബെൻഡിങ്ങിലുള്ള ആ പ്രോസസ് നമുക്ക് പേരിൽ തന്നെ എഴുതാൻ പറ്റും. എഡ്ജിങ്, അപ്പോൾ എന്തോ എഡ്ജുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. അത്രയെങ്കിലും മനസ്സിലാക്കിയല്ലോ. നമുക്ക് പേരിൽ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന അറിയാം. അങ്ങനെയുള്ള ഓപ്പറേഷൻ ബെൻഡിങ്ങും എഡ്ജിങ്ങും. അപ്പോൾ ബെൻഡിങ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫുൾ നമുക്ക് അറിയാം, ബെൻഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബെൻഡിങ്ങിന്റെ ഫിഗർ. നമ്മൾ ഫ്ലാറ്റ് സ്പെസിമെൻ ആയിരുന്നു, ഒരു സ്പെസിഫിക് ഷേപ്പിലുള്ള ഒരു ആൻവിൽ. ഓക്കെ, അപ്പോൾ അതിന് പറയുന്നത് ഹോൺ ആൻവിൽ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യും നമ്മുടെ പർപ്പസ് എന്താ, നമ്മൾ സർക്കുലർ ഷേപ്പിലേക്കാണ് ബെൻഡ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ഹോൺ ആൻവിൽ. അപ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ സർക്കുലർ ബെൻഡ് മാത്രം എടുക്കാം. കുറച്ച് റെക്ടാങ്കുലർ ബെൻഡൊക്കെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആനിമൽസ് നമ്മൾ യൂസ് ചെയ്യും. ബെൻഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് കർവ് ആയിക്കോളുന്നില്ല. സോ ബെൻഡിങ് ഈസ് എ വെരി commonly used for forging operation in forging shop to give a turn to the metal workpiece or rod. Okay, അപ്പോൾ ഫിഗർ വരയ്ക്കാം. ബെൻഡിങ് ഓപ്പറേഷൻ. ഇനീഷ്യലി വർക്ക് പീസ് ഫ്ലാറ്റ് ആയിരുന്നു, ഫൈനൽ വർക്ക് പീസ് ഒരു കർവ്ഡ് ആയിട്ട് വരയ്ക്കാം.
ഇൻ ബിറ്റ്വീൻ നമുക്കൊരു ആൻവിൽ വരയ്ക്കണം. അപ്പോൾ സ്പെസിഫിക് ഷേപ്പുള്ള ആൻവിലാണ്, നമുക്ക് ഹോൺ ആൻവിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ബെൻഡിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫോർജിങ്ങിന്റെ ബെൻഡിങ് ആണ് ഇത് കേട്ടോ. ബെൻഡിങ് നമുക്ക് ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻ നമുക്ക് ബെൻഡിങ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ എല്ലായ്പ്പോഴും നമുക്ക് ഈ കർവ് തന്നെ ആയിക്കോളുന്നില്ല. ചില സൈഡിൽ നമുക്ക് ഇതുപോലെ തന്നെ 90 ഡിഗ്രി ബെൻഡുകളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ബെൻഡിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കർവ് അല്ല, ബട്ട് ഫോർ ദ ടൈം ബീയിങ് we are taking bending as curving the given workpiece based on the shape of the special anvil called horn anvil. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സർക്കുലർ ഷേപ്പ്, കർവ്ഡ് ഷേപ്പുള്ള ഒരു ആൻവിലാണ് യൂസ് ചെയ്യുന്നത്. ഹീറ്റഡ് വർക്ക്പീസ് ഉപയോഗിക്കും. ഇവിടെ നമ്മൾ ഹാമറിംഗ് എഫക്ട് കൊടുക്കും. ഹാമറിംഗ് എഫക്ട് കൊടുക്കുമ്പോൾ ഇറ്റ് വിൽ ചേഞ്ച് ഇറ്റ് ഷേപ്പ് ടു കർവ്ഡ് ഷേപ്പ്. ഓക്കെ, അപ്പോൾ ബെൻഡിങ് ഈസ് എ വെരി, അപ്പോൾ ഹെഡിങ് ഏതാ, ബെൻഡിങ് ഏതാ, ഈ ഫിഗർ വരയ്ക്കാം. Figure വരച്ചിട്ട് bending is commonly used for forging operation in forging shop to give a turn to the metal workpiece or plate. റോഡിനും പ്ലേറ്റിനും അതേപോലെ നമുക്ക് ടേൺ ബെൻഡ് കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ് ആണ് bending operation. It is accompanied by spreading the metal in the inside of the bend and narrowing at the outside. Okay, അത് രണ്ട് ലൈനായിട്ട് പോയി, ഇത് ഇവിടുന്ന് കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ ഞാൻ അലൈൻമെന്റ് കറക്റ്റ് ചെയ്തപ്പോൾ പകുതിക്ക് പോയതാണ്, കുഴപ്പമില്ല. അപ്പോൾ ബെൻഡിങ് ഓപ്പറേഷനിൽ കർവ് വരുന്ന സ്ഥലത്തിൽ നമുക്ക് മെറ്റൽ ത്രെഡ് വരും ആൻഡ് നാരോയിങ് അറ്റ് ദ ഔട്ട്സൈഡ്. ജസ്റ്റ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഹെഡിങ് എഴുതുക, ബെൻഡിങ് എഴുതുക, ഫിഗർ വരയ്ക്കുക. ഇത് പറഞ്ഞാൽ നമുക്ക് ഫിഗറിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ പേരിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഓപ്പറേഷനാണ് ബെൻഡിങ് ഓപ്പറേഷൻ. ഓക്കെ, നെക്സ്റ്റ് വന്നാണ് എഡ്ജിങ് പറഞ്ഞിട്ട് നമുക്ക് സ്വേഗിലേക്ക് പോകാം. ഓക്കെ, എഡ്ജിങ് and the heading is edging. Edging is used to shape the ends of the bar by concentrating the metal at the ends. A concave shaped open dies are used for this. Okay. Normally ഒരു മെറ്റൽ റോഡിന്റെ എൻഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നോർമൽ എന്താണ് ക്രോസ് സെക്ഷൻ അതേപോലെ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ അതിന്റെ എൻഡ് പോയിന്റിൽ നമുക്ക് ഒരു എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഷേപ്പ് കൊടുക്കണം. അപ്പൊ ഇതിൽ കാണിച്ചിരിക്കുന്നത് ഒരു എലിപ്റ്റിക്കൽ ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ പോയിന്റിൽ ഏത് മെറ്റീരിയലാണ് അതിന്റെ എൻ പോയിന്റിൽ നമുക്ക് മെറ്റൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നോർമൽ തിക്നെസ്സിനെക്കാട്ടി ഒരു ഇൻക്രീസ്ഡ് തിക്നെസ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ് എഡ്ജിങ് എന്ന് പറയുന്നത്. അപ്പോൾ പേരിൽ തന്നെ പറയാൻ പറ്റും എഡ്ജിങ്. എഡ്ജിങ് എന്ന് പറയുമ്പോൾ അതെന്താ, എഡ്ജിൽ നടക്കുന്ന എന്തൊരു ഓപ്പറേഷനാണ്, അത് പെട്ടെന്ന് മനസ്സിൽ വേണ്ടല്ലോ. എഡ്ജിൽ നടക്കുന്ന ഒരു ഓപ്പറേഷനാണ് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ എഡ്ജിൽ എന്താ നടക്കുന്നത്, അപ്പൊ നോർമൽ ഒരു മെറ്റൽ റോഡിന്റെ എഡ്ജ് നമ്മൾ തിക്നെസ് ഇൻക്രീസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എഡ്ജിൽ മെറ്റൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിന്റെ ഷേപ്പ് ചേഞ്ച് വരുത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എഡ്ജിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഹെഡിങ് എഴുതാം, എഡ്ജിങ് എഴുതാം. ഈ രണ്ട് ഫിഗർ ആയിരിക്കും. ഇത് ഇനീഷ്യൽ സ്റ്റേജ് 1, ഇത് സ്റ്റേജ് 2. അപ്പൊ ഇനീഷ്യലി നോർമൽ ഒരു മെറ്റൽ റോഡായിരുന്നു, യൂണിഫോം തിക്നെസ് അല്ലെങ്കിൽ യൂണിഫോം ക്രോസ് സെക്ഷൻ ഉള്ള ഒരു റോഡായിരുന്നു. അതിന്റെ എൻഡിൽ നമ്മൾ ഒരു സ്പെഷ്യൽ ഡൈസ് ഉപയോഗിച്ച് മെറ്റൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എൻഡിൽ ഒരു കമ്പാരിറ്റീവ്ലി ഒരു ഹയർ ഡയമീറ്റർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, എഡ്ജിങ് ഈസ് യൂസ്ഡ് ടു ഷേപ്പ് ദ എൻഡ്സ് ഓഫ് ദ ബാർ ബൈ കോൺസെൻട്രേറ്റിംഗ് മെറ്റൽ അറ്റ് ദ എൻഡ്സ്. Concave shaped open dies are used for this operation. Concave shaped open dies are used for this operation. Heading എഴുതാം, edging operation. അപ്പോൾ എഡ്ജിങ് എന്ത് ചെയ്ത പേര് തന്നെ എഴുതാൻ പറ്റും. എഡ്ജിങ് ഇസ് ദ പ്രോസസ് carried out at the ends of a metal rod. മെറ്റൽ റോഡിന്റെ എൻഡിൽ നടക്കുന്ന പ്രോസസ് ആണ് എഡ്ജിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫിഗർ വരയ്ക്കാം. അപ്പോൾ ഇനീഷ്യൽ ഫിഗർ വരയ്ക്കാം, ഫൈനൽ ഫിഗർ വരയ്ക്കാം. അപ്പോൾ നമ്മളൊരു മെറ്റൽ റോഡിന്റെ എൻഡിൽ വി ഹാവ് ക്രിയേറ്റഡ് എ സർക്കുലർ ഓർ ഷേപ്പ്. മെറ്റൽ കോൺസെൻട്രേറ്റ് അത്രമാത്രം. ഓക്കെ, ഫിഗർ വരയ്ക്കാം, എഡ്ജിങ് എന്ന് പറഞ്ഞാൽ എഴുതാം, ബാക്കി എഴുതാം. ആൻഡ് അവർ നെക്സ്റ്റ് ഓപ്പറേഷൻ മറ്റേ എഡ്ജിങ് എഴുതിക്കോളും, അത് കഴിഞ്ഞിട്ട് നമുക്ക് എഴുതാം. നെക്സ്റ്റ് വൺ ഈസ് ദ സ്വേഗിങ്. ഓക്കെ, പഴയ നമ്മുടെ എഡ്ജിങ് ആയിട്ട് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു ഫിഗർ തന്നെയാണ് നമുക്ക് ഇതിൽ എടുക്കുന്നത്. ഓക്കെ, സ്വേഗിങ് is a finishing process that converts the bar stock to final dimension and cross-section shape like round, square or hexagonal. ഏത് വേണമെങ്കിൽ വരാട്ടാം. ഇതിൽ നമ്മൾ കാണിച്ചിരിക്കുന്ന റൗണ്ട് ആണ് മാത്രം. ഓക്കെ,
അപ്പോൾ നമ്മുടെ കിട്ടിയ മെറ്റൽ സ്റ്റോക്ക് അല്ലെങ്കിൽ മെറ്റൽ വർക്ക് പീസിനെ നമ്മൾ ഫൈനൽ ഡയമെൻഷണൽ ആൻഡ് ക്രോസ് സെക്ഷണൽ ഷേപ്പ്. അപ്പോൾ ക്രോസ് സെക്ഷണൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മെറ്റൽ റോഡാണ് കേട്ടോ. ഇതെന്റെ ഒരു മെറ്റൽ റോഡാണ്. ഈ മെറ്റൽ റോഡിന്റെ ക്രോസ് സർക്കുലർ ആണ്. അപ്പോൾ ഈ സർക്കുലർ റോഡിന് മൊത്തത്തിൽ ഞാനൊരു ഡൈയിലൂടെ പാസ് ചെയ്യണം. അല്ലെങ്കിൽ ഫോർജിങ് ഓപ്പറേഷൻ രണ്ട് ഇവിടെ ഒരു ടോപ്പ് ഡൈ ഉണ്ട്, ഇവിടെ ഒരു ബോട്ടം ഡൈ ഉണ്ട്. ഇതിൽ രണ്ടിൽ ഞാൻ ഹെക്സഗണൽ സ്ലോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഹാമർ ചെയ്ത് പോകും. അപ്പൊ അവസാനം ഈ മെറ്റൽ റോഡിന്റെ ഷേപ്പ് മൊത്തം ഒരു ഹെക്സഗണൽ ക്രോസ് സെക്ഷൻ ഉള്ള ഒരു മെറ്റൽ റോഡായിട്ട് അത് ചേഞ്ച് ആവും. ഓക്കെ, അപ്പൊ അത് സ്വാഗിങ് ഓപ്പറേഷൻ. സ്വാഗിങ് is a finishing process to convert the bar or stock into final dimension and cross sectional shape like റൗണ്ട്, സ്ക്വയർ ഓർ ഹെക്സഗണൽ. നമുക്ക് ഫൈനലായിട്ട് ഏറ്റവും ആദ്യം ഇനീഷ്യൽ ഫോർമിംഗ് ഓപ്പറേഷൻ ഒക്കെ ഉണ്ടായിരിക്കും. ഡയറക്റ്റ് സർക്കുലർ ടു റെക്ടാംഗിൾ, ഡയറക്റ്റ് സർക്കിൾ ടു ഹെക്സഗണൽ ആയിരിക്കില്ല. ഫൈനൽ ഫിനിഷിംഗ് ഓപ്പറേഷൻ ആണ്. ബട്ട് വി ആർ ചേഞ്ചിങ് ദ ഷേപ്പ് ഓഫ് ദ ഗിവൺ സ്പെസിമെൻ ബേസ്ഡ് ഓൺ ദ ഡൈ. നമ്മൾ യൂസ് ചെയ്യുന്ന ഡൈ പോലെ അതിന് കറസ്പോണ്ടിങ് ഷേപ്പുകൾ കിട്ടും. ഓക്കെ, അപ്പോൾ this is achieved by means of successive rapid hammer blows. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പീസിങ് ടുവേർഡ്സ് റൈറ്റ് മൂവ് ചെയ്യുമ്പോൾ അങ്ങനെ അപ്പോൾ ഹാമർ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, കണ്ടിന്യൂസ് ഹാമർ ചെയ്തുകൊണ്ടിരുന്നിട്ട് അതിനെ ഒരു കറസ്പോണ്ടിങ് ഷേപ്പിലേക്ക് നമുക്കതിനെ കൺവേർട്ട് ചെയ്തെടുക്കാം. ഓക്കെ, സോ ഹെഡിങ് ചെയ്ത സ്വാഗിങ് കൊണ്ട് ഹെഡിങ് ചെയ്ത ഇത് ഒരു സാമ്പിൾ മാത്രം. ഇത് നമ്മൾ എലിപ്റ്റിക്കൽ ഷേപ്പാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. It is achieved by means of successive rapid hammer blows. Concave shaped dies required for shape are used here. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺകേവ് ഷേപ്ഡ് ഡൈസ് ആണ്, സർക്കുലർ അത് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടേണ്ടത് സ്ക്വയർ ആണെങ്കിൽ ആ കറസ്പോണ്ടിങ് ഷേപ്പിലുള്ള നമ്മൾ ഡൈസ് യൂസ് ചെയ്യും. അപ്പൊ ഹെഡിങ് ചെയ്ത സ്വാഗിങ് ഇറ്റ് ഈസ് ദ ഫിനിഷിംഗ് പ്രോസസ് ടു കൺവേർട്ട് ദ ബാർ സ്റ്റോക്ക് ടു ഫൈനൽ ഡയമെൻഷൻ ആൻഡ് ക്രോസ് സെക്ഷൻ ഷേപ്പ് ലൈക്ക് റൗണ്ട്, സ്ക്വയർ ഓർ ഹെക്സഗൺ. The next line is it is achieved by means of successive rapid hammer blows. Okay, അത്രയും മതി നമുക്ക് സ്വാഗിങ് ഓപ്പറേഷന് വേണ്ടിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തെന്ന് വിചാരിക്കണം. ഇനി നമുക്കുള്ളത് 3 ഓപ്പറേഷൻ കൂടിയാണ്. ഇതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഫോർജിങ് ഓപ്പറേഷൻസ് മീൻസ് ഒരു ജനറൽ ഐഡിയ ഒക്കെ ആയല്ലോ. ഓക്കെ, ഇതിലത്തെ മെയിൻലി ഈ 3 ഓപ്പറേഷനും ഫോർജിങ്ങിനായിട്ടും കൂടുതൽ നമുക്ക് പഠിക്കേണ്ടത് ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻ വരുമ്പോഴാണ് നമുക്ക് ഇത് 3 പഠിക്കുന്നത്. ഇനി ഫോർജിങ്ങിൽ നമുക്ക് ഒന്ന് പേര് പഠിച്ചു വെച്ച് പോകാൻ നോക്കാം. അപ്പൊ ഫോർജിങ് മെയിൻ ആയിട്ട് നമ്മൾ തിക്നെസ് റിഡക്ഷൻ, തിക്നെസ് ഇൻക്രീസിനൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. ഇതിൽ അങ്ങനെ യൂസ് ചെയ്യാൻ ബട്ട് ഈ പ്രോസസ്സ് പഞ്ചിങ്, പിയേഴ്സിങ്, കട്ടിങ് ഇതെല്ലാം ഏറ്റവും കൂടുതൽ പറയുന്നത് ഇൻ കണക്ഷൻ വിത്ത് ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻ ആണ്. ഓക്കെ, എനിവേ ഈ ഓപ്പറേഷൻ നമ്മൾ ഫോർജിങ്ങിലും ചെയ്യാറുണ്ടെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ തന്നെ കട്ടിങ്ങും പിയേഴ്സിങ്ങും കുറച്ച് പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന പ്രോസസ്സാണ്. ഇനി എങ്ങനെയാണ് അത് നമുക്ക് ഫോർജിങ് റിലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ കട്ടിങ്. Cutting is the main forging operation to cut out the metal rod or plate into 2 pieces with the help of a chisel or hammer. Chisel and hammer. Okay, when metal is in the red hot condition. So, നമ്മൾ ഒരിക്കലും കൂളായിരിക്കുന്ന മെറ്റലിനെ ഹാമർ ചെയ്തിട്ട് ചിസൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. റെഡ് ഹോട്ട് കണ്ടീഷനിൽ ഹീറ്റ് ചെയ്തതിനു ശേഷം ചിസലും ഹാമറും വെച്ചിട്ട് നമ്മൾ മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കട്ടിംഗ് എന്ന് പറയുന്നത്. Okay, a hot or cold cut chisel is used for cutting the metal burrs in the smithy shop. നമ്മൾ യൂസ് ചെയ്യുന്ന ചിസലിന്റെ പേരാണ് hot or cold cut chisel എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ എഴുതിക്കാം. ഹെഡിങ് ചെയ്ത കട്ടിംഗ്, കട്ടിംഗ് എന്ന് ഹെഡിങ് ചെയ്ത ഓപ്പറേഷൻ to cut the metal rods into 2 pieces with the help of a chisel and hammer at red hot condition. അത്ര എഴുതിയാൽ മതി. Cut the metal rod into 2 pieces with the help of chisel and hammer at red hot condition. നമുക്ക് നോട്ട് എഴുതുമ്പോൾ അത്രയും കുറച്ച് എഴുതാം. Cut the metal piece into 2 pieces with the help of a chisel and hammer at red hot condition. അത്ര എഴുതിയാൽ മതി. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന അതിന് താഴെ എഴുതാം hot or cold chisel is used. താഴെ നെക്സ്റ്റ് ലൈൻ ആയിട്ട് എഴുതാം hot or cold chisel is used. അത്രയും മതി നമുക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഓപ്പറേഷൻ പഞ്ചിങ് ഓപ്പറേഷൻ. Okay, punching is the main forging operation used for producing a hole in the metal by using a tool known as punch.
ഈ പഞ്ചിങ്ങിനൊക്കെ നമുക്ക് രണ്ട് ഓപ്പറേഷൻ ഉണ്ട്, ബ്ലാങ്കിങ്ങും പിയേഴ്സിങ്ങും ഉണ്ട്. അതുമ്പോൾ ഷീറ്റ് മെറ്റലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. ബ്ലാങ്കിങ്ങും പിയേഴ്സിങ്ങും നമുക്ക് പഞ്ചിങ് ഓപ്പറേഷനാണ്. പ്രൊഡ്യൂസിങ് എ ഹോൾ എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഷീറ്റ് ഉണ്ട്, എൻ്റെ കയ്യിൽ ഒരു ഷീറ്റ് ഉണ്ട്, ഷീറ്റ് മെറ്റൽ വെച്ചത്. ഇതിപ്പോ ഫോർജിങ് അല്ല, ഒരു ജനറൽ ഐഡിയക്ക് വേണ്ടി പറയുന്നതാക്കാം. ഒരു പറഞ്ഞു പഞ്ചിങ് എന്ന് പറയുന്നത് ഹോൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പൊ ഞാൻ ഇവിടെ ഹോൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഹോൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒരു ഹോളുള്ള ഷീറ്റും കിട്ടി, ഹോളിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ഒരു ഷീറ്റും കിട്ടി. ഓക്കെ, ചിലപ്പോൾ നമ്മുടെ യൂസ് എന്ന് പറയുന്നത് ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അതായത് നമുക്ക് ഈ ഷീറ്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മൾ അതിനെ പിയേഴ്സിംഗ് എന്നുള്ള പേര് പറയും. ഇതൊരിക്കൽ ഞാൻ ഷീറ്റ് മെറ്റൽ എലമെന്റ്സ് ഫോർജിങ്ങിനല്ല, ജസ്റ്റ് ഒരു ജനറൽ ഐഡിയ ആണ് പറയുന്നത്. ഇതിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ എലമെന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ അത് നമ്മൾ ബ്ലാങ്കിങ് എന്ന് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് പഞ്ചിങ് എന്ന് പറയുമ്പോൾ രണ്ട് പഞ്ചിങ് ഉണ്ട്, ബ്ലാങ്കിങ് ഉണ്ട്, പിയേഴ്സിംഗ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇതൊക്കെ ഒരുപാട് PSC എക്സാമുകൾക്കും അതുപോലെ തന്നെ ഇന്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ബ്ലാങ്കിങ് ആൻഡ് പിയേഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു ഷീറ്റ് മെറ്റലിൽ ഒരു ഹോൾ എന്നുള്ള പ്രോസസ്സാണ് പഞ്ചിങ്. ആ പഞ്ച് ചെയ്തിട്ട് നമുക്ക് ആ ഹോളുള്ള ഷീറ്റാണ് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് പിയേഴ്സിംഗ്. അല്ലെങ്കിൽ ആ ഹോളിന് കട്ട് ചെയ്തെടുത്ത എലമെന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ബ്ലാങ്കിങ് എന്ന് പറയും. ഓക്കെ, അപ്പൊ സോ ഹെഡിങ് ചെയ്ത പഞ്ചിങ്. Punching is the forging operation used for producing hole in a metal plate. That's all. Producing a hole in a metal plate. Punching the heading is producing a hole in the metal plate with the by using punch. By using punch. Producing a hole in the metal plate by using punch. Next heading is the piercing operation. Piercing operation. This process is used to other sheet metal lella. നമ്മൾ ഫോർജിങ്ങിലേക്ക് തിരിച്ചു വന്നു. അപ്പൊ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഇൻഡന്റേഷൻ ഓൺ എ ഹോട്ട് വർക്ക് പീസ്. നമ്മൾ നേരത്തെ പറഞ്ഞു പിയേഴ്സ് പറയുന്നത് ഒരു ഷീറ്റിൽ ഹോൾ ഉണ്ടാക്കാൻ വന്നു. അപ്പൊ അതേപോലെ തന്നെ പിയേഴ്സിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ആൻഡ് ഇൻഡന്റേഷൻ. ഇൻഡന്റേഷൻ പറഞ്ഞാൽ എന്താ, ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ കുറച്ച് ഡെപ്തിലുള്ള ഡിപ്രഷൻ ആണ് ഉദ്ദേശിക്കുന്നത് ഇൻഡന്റേഷൻ എന്ന് പറയുന്നത്. ഓൺ എ ഹോട്ട് വർക്ക് പീസ് ബട്ട് നോ മെറ്റൽ ഈസ് കട്ട് ആൻഡ് റിമൂവ്ഡ് ഫ്രം ദ വർക്ക് പീസ്. മനസ്സിലായോ? അതായത് ഈ പഞ്ച് വരുന്നതിന് മുന്നേ ഇതൊരു ഫുൾ ലെങ്ത് വർക്ക് പീസ് ആയിരുന്നു. ഇതാണ് നമ്മുടെ പിയേഴ്സിംഗ് ഓപ്പറേഷന്റെ ഫിഗർ കേട്ടോ. ഇതാണ് നമ്മുടെ പിയേഴ്സിംഗ് ഓപ്പറേഷന്റെ ഫിഗർ. ഇത് ഫുൾ വർക്ക് പീസ് ഉണ്ടായിരുന്നു. പഞ്ച് വന്ന് ഫിറ്റ് ആയപ്പോ ഈ സെന്ററിലെ മെറ്റീരിയൽ, ഇത്രയും സെന്റർ പോർഷനിലെ മെറ്റീരിയൽ സൈഡിലേക്ക് ഫില്ലായിപ്പോയി. അപ്പോൾ ഇത്രയും പോർഷനിൽ മാത്രമേ മെറ്റീരിയൽ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു പിയേഴ്സിംഗിൽ നിന്ന് മെറ്റൽ സൈഡിലേക്ക് പുഷ് ചെയ്തിട്ട് വി ആർ പ്രൊഡ്യൂസിങ് എ ഇൻഡന്റേഷൻ. ഓക്കെ, ഇതിപ്പോ ത്രൂ ഔട്ട് ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ അതിന് കുറച്ചുകൂടി നമുക്ക് എളുപ്പത്തിൽ ഫിഗർ വരയ്ക്കാൻ വേണ്ടി ഇതൊരു നമ്മുടെ മെറ്റൽ ഷീറ്റ് ആയിരുന്നു. പഞ്ച് വന്നിട്ട് ഹിറ്റ് ചെയ്തു. നമ്മുടെ ഫൈനൽ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. ഇതാണ് ഇൻഡന്റേഷൻ എന്ന് പറയുന്നത്. ഇൻഡന്റേഷനും ഹോളും നമ്മൾ വ്യത്യാസം എന്താ, ഹോളിന്റെ ത്രൂ ഔട്ട് ആയിരിക്കും, ഇൻഡന്റേഷൻ ഇടയിൽ മെറ്റീരിയൽ ഉണ്ടായിരിക്കും. ഇവിടെയും മെറ്റൽ ഉണ്ട്, ഇവിടെയും ഒരു മെറ്റൽ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇൻഡന്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് പിയേഴ്സിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇൻ കണക്ഷൻ വിത്ത് ഫോർജിംഗ് എന്ന് പറയുമ്പോൾ ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ആൻ ഇൻഡന്റേഷൻ ഓൺ ഹോട്ട് വർക്ക് പീസ് ബട്ട് നോ മെറ്റൽ ഈസ് കട്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. നോ മെറ്റൽ ഈസ് കട്ട് ആൻഡ് റിമൂവ്ഡ്. അതിൽ നിന്ന് മെറ്റൽ കട്ട് ചെയ്യുന്ന റിമൂവ് ചെയ്യുന്ന പ്രോസസ് ആണ്. ഷീറ്റ് മെറ്റൽ ആണെങ്കിൽ നമ്മൾ മെറ്റൽ റിമൂവ് ചെയ്യുന്ന പ്രോസസ് ആണ് പിയേഴ്സിംഗ് ഓപ്പറേഷൻ. ബട്ട് ഇൻ ഫോർജിംഗ് ഓപ്പറേഷൻ വി ആർ നോട്ട് റിമൂവിംഗ് ദ മെറ്റൽ ഇൻ ദ ഫോർജിംഗ് ഓപ്പറേഷൻ. ഫോർജിംഗ് ഓപ്പറേഷൻ നമ്മൾ മെറ്റൽ അതിൽ നിന്ന് റിമൂവ് ചെയ്യുന്നില്ല. ഓക്കെ, the piece is usually confined in a die. ഈ കൺഫൈൻ ട്രാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ക്ലോസ്ഡ് സ്പേസിനെ കൺഫൈൻഡ് സ്പേസ് എന്ന് പറയുന്നത്. കൺഫൈൻഡ് സ്പേസ് അത് ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈമാണ്. ക്ലോസ്ഡ് സ്പേസ്, കൺഫൈൻഡ് സ്പേസ്. Confined in a die cavity, and the cavity is made on without removing any scrap material from it. Okay. So our നമ്മുടെ piercing is the process of heading the piercing line process of making an indentation on hot work piece.
process of making an intermediation and hormone piece. Next line is non-material is cut and removed. Next line is non-material is cut and removed. Third line is the process is done in a carried out in a confined area. Carried out in a confined die cavity. Carried out in a confined die cavity. The figure again. The figure. And the punching is the punching figure. Punching in the figure is figure again. PH in a figure again. Punching and a PH. Sheet metal operations, sheet metal, sorry, sheet metal. Forming operations complete. In analysis of forming force on. Analysis of forming force on but കാരണം അത് കുറച്ച് ലെങ്തി ടോപ്പിക് ആണ്. അത് ശരിയും പഠിക്കാനുണ്ട്. കാരണം ഇതുപോലെ നമുക്ക് എക്സ്ട്രാ പഠിക്കില്ല. നോർമൽ മാനുഫാക്ചറിങ് ഓപ്പറേഷനിൽ കുറച്ച് നമ്മൾ മോയിസ്ലിയും അഡ്വാൻസ്ഡ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്നുള്ള സബ്ജക്റ്റ് അതിൽ കുറച്ച് ഇക്വേഷൻസ് നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാണ്ട് കഴിഞ്ഞ മൊഡ്യൂളിലെ പോലെ തന്നെ. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് ഈ പഞ്ചിങ്ങിൻ്റെയും പിയേഴ്സിങ്ങിൻ്റെയും ഫിഗറും കൂടി വരച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾ വരച്ച് കഴിഞ്ഞാൽ ഒന്ന് കംപ്ലീറ്റ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാവരും നോട്ട് എഴുതാം. കാരണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതേപോലെ ലേറ്റ് ആയിട്ട് വന്ന ആൾക്കാരുടെ അടുത്ത് അറ്റൻഡൻസ് വേണമെങ്കിൽ നോട്ട് അയച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ നോട്ട് അയച്ചു തരാൻ പറഞ്ഞപ്പോൾ പറഞ്ഞത് ഞാൻ 11 മണിക്കാണ് ക്ലാസ് കഴിഞ്ഞ് നോട്ട് അയച്ചു തരാൻ പറഞ്ഞു. നോട്ട് അയച്ചു തന്നപ്പോൾ പറഞ്ഞത് പിന്നെ 11:30 എനിക്ക് നോട്ട് വന്നത്. അപ്പോൾ അവർ പറഞ്ഞത് സാർ ഞാൻ അരമണിക്കൂർ നോട്ട് ഇരുന്ന് എഴുതിയിട്ടാണ് എനിക്ക് അയച്ചെന്ന്. അങ്ങനെയല്ല ഞാൻ ചോദിച്ചത് നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നോട്ട് അയച്ചു തരാനേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് വേറെ ആരുടെയെങ്കിലും നോട്ട് നോക്കി എഴുതിയിട്ട് അയക്കേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യണവർക്കുള്ള അറ്റൻഡൻസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം തരുന്നുണ്ട്, നോട്ട് എഴുതാൻ സമയം തരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നോട്ട് എഴുതുക, അത് ജസ്റ്റ് ഒന്ന് അയച്ചു തരാം. അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഞാൻ പറയുന്ന പോയിന്റ്സ് നിങ്ങളേതായ വേർഡ്സിൽ എഴുതാൻ മാത്രമേ പറയുന്നുള്ളൂ. കുറച്ച് ഫിഗേഴ്സ് വരയ്ക്കാൻ പറഞ്ഞിട്ട് ആ ഫിഗേഴ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, എന്നിട്ട് അന്ന് അയച്ചെന്ന നോട്ടും വളരെ പരിതാപകരമായിരുന്നു. ഫിഗേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് പറഞ്ഞോ കുറച്ച് പോയിന്റ്സുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ സിറ്റുവേഷൻസ് വരരുത്. ഇനിയിപ്പോൾ ലേറ്റായി വരുന്ന എല്ലാവർക്കും ഇതേപോലെ തന്നെ നോട്ട് അയക്കേണ്ടി വരും അറ്റൻഡൻസിന് വേണ്ടിയിട്ട്. ബാക്കിയുള്ളവരെ നമുക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്യും. ഇനി ഇത് കൂടുകയാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഇയേഴ്സിനൊക്കെ ഞാൻ ഓരോ ക്ലാസ് കഴിയുമ്പോഴും നോട്ട് സബ്മിഷൻ എന്നുള്ള ഇത് വെച്ചേക്കാം. അന്നത്തെ നോട്ട് പണ്ട് നമ്മൾ അറ്റൻഡൻസ് ലിങ്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതേപോലെ അറ്റൻഡൻസ് ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ഒരു നോട്ട്ബുക്ക് സബ്മിഷൻ്റെ ഒരു പേജും കൂടി ഉണ്ട്. അപ്പോൾ അന്നത്തെ ക്ലാസ്സിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്താലാണ് നമുക്ക് അറ്റൻഡൻസ് അതിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകരുത്. കൂടുതൽ എല്ലാവരും നോട്ടുകൾ എഴുതുക. അപ്പോൾ തേർഡ് മൊഡ്യൂളിലെ നോട്ട് സബ്മിഷൻ്റെ ഡേറ്റ് വെച്ചിട്ടുണ്ട്. ഇൻ ബിറ്റ്വീൻ വെക്കേഷൻ ആണ്, 24 മൺഡേ ട്യൂസ്ഡേക്കാണ് വെച്ചേക്കുന്നത്. കുഴപ്പമില്ല, ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ആൾക്കാർ. കുറച്ച് മാത്രമേ ഫില്ല് ചെയ്യാൻ ബാക്കി ഉണ്ടാവുള്ളൂ. അതൊക്കെ ഫില്ല് ചെയ്യാം. ഞാൻ BPT ഷെയർ ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു, അതൊന്നുകൂടി ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നോക്കിയിട്ട് ബാലൻസ് ഉള്ളതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് മൺഡേ ആവുന്നെങ്കിൽ സബ്മിറ്റ് ചെയ്യാം. നമുക്ക് സ്പെഷ്യൽ ക്ലാസ് വേണ്ടി വരില്ല ഓണം വെക്കേഷനിൽ. ഞാൻ ഒഫ്സിയേഴ്സിന് സ്പെഷ്യൽ ക്ലാസ് എടുക്കുന്നുണ്ട്, കാരണം അവരുടെ തീരില്ല. അവരുടെ എപ്പോഴും തേർഡ് മൊഡ്യൂള് പകുതി ആയിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഫോർത്ത് മൊഡ്യൂൾ തുടങ്ങിയല്ലോ, കുഴപ്പമില്ല, നമുക്ക് തീർക്കാം. സെപ്റ്റംബർ അവസാനം ആകുമ്പോഴത്തേക്കും തീർക്കാമെന്നുള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് സ്പീഡിൽ പോയാലും കുഴപ്പമൊന്നുമില്ല. നോട്ട് നിങ്ങളെ കൊണ്ട് എഴുതി ഇപ്പോൾ ഓരോ ഫിഗർ വരയ്ക്കാൻ പറയുന്നത് കൊണ്ടാണ് ഇത്ര സമയം എടുക്കുന്നത്. ഇപ്പോൾ വരയ്ക്കാൻ പറയുന്നില്ല വെച്ചെങ്കിൽ എനിക്ക് വളരെ സ്പീഡിൽ എടുത്ത് തീർക്കാവുന്നതുള്ളൂ. ഓക്കെ, ബട്ട് മെക്കാനിക്സ് അങ്ങനെയല്ല, നമുക്ക് അവരെ കൊണ്ട് പ്രോബ്ലം ചെയ്യിപ്പിച്ചിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതിന് കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് അവർക്ക് സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ടില്ല. നമുക്ക് വെക്കേഷൻ എല്ലാം കഴിഞ്ഞിട്ട്